ഓരോ കളിപ്പാട്ടങ്ങൾ വിറ്റിട്ടാണ് അവൻ പഠനത്തിന് ആവശ്യമുള്ള പൈസ ഉണ്ടാക്കുന്നത്. അങ്ങനെ കളിപ്പാട്ടമായിട്ട് വിറ്റ് നടക്കുന്ന ഒരു സമയത്ത്, നല്ല വെയിലുള്ള ഒരു സമയത്ത്, അവന് വല്ലാതെ വിശന്ന് ദാഹിച്ചിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് കണ്ട ചെറിയൊരു വീടുണ്ട്. ആ വീടിന്റെ വാതിൽ ചെന്നിട്ട് മുട്ടിയിട്ട് പറഞ്ഞു, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു കുറച്ച് വെള്ളം തരുമോന്ന് ചോദിച്ചു. പക്ഷെ ആ വീട്ടിലുള്ള അമ്മയില്ലേ, ആ അമ്മ അകത്തേക്ക് പോയിട്ട് കൊണ്ടുവന്നത് എന്താണെന്നറിയോ? പഞ്ചസാര ഇട്ട് കലക്കിയ നല്ല തണുത്ത പാലായിരുന്നു. അവൻ അത് ഭക്ഷണമായി, വെള്ളമായി, എല്ലാമായി. അവന്റെ ആ ദിവസത്തെ മുഴുവനും ആശ്വാസമായി. അവനത് കുടിച്ച സമയത്ത് അവൻ തിരിച്ച് പൈസ കൊടുക്കുക, പാലാണല്ലോ. അപ്പൊ അവൻ പൈസ കൊടുത്തപ്പോൾ ആ പൂച്ചക്കണ്ണുള്ള വീട്ടമ്മ പറഞ്ഞു, സഹായത്തിന് പൈസ വാങ്ങരുത് എന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. കുറേ കാലം കഴിഞ്ഞു. ഈ അമ്മ ഉണ്ടല്ലോ, ഈ വീട്ടമ്മ, അവർ കുറച്ച് പ്രായമുള്ള ഒരാളായി. അവർക്ക് എന്തോ ഒരു മേജർ സർജറി വേണ്ടി വന്നു. അവരുടെ യൂട്രസ് ഒക്കെ റിമൂവ് ചെയ്യുന്ന വളരെ വലിയൊരു സർജറി ആയിരുന്നു. വലിയൊരു പൈസയും അതിനാവശ്യം വന്നു, ബില്ല്. അങ്ങനെ ബില്ല് അവരുടെ കയ്യിലേക്ക് എത്തി. ബില്ല് നോക്കിയപ്പോൾ അവരാകെ ഞെട്ടിപ്പോയി, അത്രയും വലിയ പൈസയാണ്. പക്ഷെ അതിന്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ ബില്ല് പേ ചെയ്തിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴെ ഒരാളിങ്ങനെ പെന്നുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ഗ്ലാസ് പാല്. വെയിലത്ത് പൊരിഞ്ഞു നിൽക്കുന്നൊരു കുട്ടിക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ ആയിരുന്നു. ആ കുട്ടിക്ക് അത് മറക്കാൻ കഴിയില്ല. പൂച്ചക്കണ്ണുള്ള ആ വീട്ടമ്മയെയും മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ കുട്ടി ബില്ലടച്ചിട്ടുണ്ട്. ബില്ലിങ്ങനെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് ആ അമ്മ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, കരുണയുള്ള മനുഷ്യരെ കൊണ്ട് എന്നെ സംരക്ഷിക്കുന്ന ദൈവമേ നിനക്ക് നന്ദി. ആ കുട്ടി ആരായി തീർന്നു? ഹവാർഡ് കെല്ലിയായി തീർന്നു. അദ്ദേഹം സ്വന്തം അനുഭവമാണ് എഴുതുന്നത്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താ? ഗ്രാറ്റിറ്റ്യൂഡ്.